ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം: അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. മോശെ ദൈവത്തോട് ചോദിക്കുകയാണ്, അങ്ങയുടെ പേരെന്താണ്? ദൈവം പറഞ്ഞ ആ മറുപടിയുടെ അർത്ഥത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്. എബ്രായലേഖനം ഇതേക്കുറിച്ച് പറയുന്നത്, ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. അബ്രഹാമിൻ്റെ ദൈവമാടാ ഞാൻ, ഇസഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണെന്ന് ഒരു മനുഷ്യരുടെ പേരെടുത്ത് പറയാൻ ദൈവം ലജ്ജിച്ചില്ല. കാരണം ഈ മനുഷ്യർ 3 പേരും അവരുടെ ക്വാളിറ്റി, അവരുടെ യൂണിക്നെസ് തെളിയിച്ചവരാണ്. അവരുടെ ഐഡൻറ്റിറ്റി അവർ പ്രൂവ് ചെയ്തവരാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഐഡൻറ്റിറ്റി ഇല്ലാതെ നിൽക്കുക. അവനെ എല്ലാവരും വിചാരിക്കുന്നത് അവൻ മിസ്രൈമ്യനാണെന്നാണ്, ഈജിപ്ഷ്യൻ എന്നാണ് വിചാരിക്കുന്നത്. അവൻ ഈജിപ്ഷ്യൻ അല്ല, അവൻ മിദ്യാനിലെ പുരോഹിതൻ്റെ മരുമോനാണ്, അതുകൊണ്ട് ആദേശക്കാരനാണെന്ന് ചിലർ വിചാരിക്കുന്നു. അവൻ ആദേശക്കാരനല്ല, അവൻ ഇസ്രയേൽക്കാരനാണ്. പക്ഷേ അവൻ ഇസ്രയേൽ ദേശം കൈവശമില്ല. മോശയ്ക്കിപ്പോൾ ആരോടും ഒന്നും പറയാൻ വയ്യ. ഇച്ഛാഭംഗങ്ങളാൽ നിരാശയാൽ ഈ മനുഷ്യൻ കുഴങ്ങി നടക്കുകയാണ്. കാരണം നല്ലൊരു അവസരം കിട്ടിയിട്ട് കളഞ്ഞല്ലോ. ദൈവം ഒരുക്കിയ അവസരമായിരുന്നിരിക്കും രാജകൊട്ടാരത്തിലേക്ക് എന്നെ കൊണ്ടുപോയതും വളർത്തിയതും. എൻ്റെ ഒരു അവിവേകം കൊണ്ട് അത് പോയല്ലോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നിരാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പലരും അങ്ങനെയാണല്ലോ, പോയതിനെ ഓർത്ത് നിരാശപ്പെടുകയാണ്. പക്ഷെ കർത്താവ് പറയുന്ന, അയ്യോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ പോകാതിരിക്കാൻ തക്കവണ്ണം സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? ദൈവം ആലോചന തന്ന് നടത്തുമായിരുന്നില്ലേ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? അപ്പോൾ ചില നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടമായത്, ഒതുക്കപ്പെട്ടെന്ന് തോന്നുന്നത്, ദാരിദ്ര്യത്തിലേക്ക് പോയത്, ബന്ധുക്കൾ ശത്രുക്കളായത് ഒന്നും നഷ്ടമല്ല. ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല, നിന്റെ അബദ്ധം കൊണ്ട് വന്നതുമല്ല, മറിച്ച് ദൈവിക പ്ലാനാണ്. അത് ഈ മനുഷ്യൻ അറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഫ്രീ ആയി. ഒരു മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നു. ദൈവത്തിന് എത്ര സിമ്പിളാണ്. 40 വർഷം ഈ മനുഷ്യൻ എത്ര തലകുത്തിയെന്ന് ആലോചിച്ചിട്ടും കിട്ടാത്തൊരു മറുപടി, മനസമാധാനം ദൈവം ഒരൊറ്റ വിഷനിലൂടെ കാണിക്കുകയാണ്. ഒരൊറ്റ സ്വപ്നം മതി, ഒരൊറ്റ വചന വെളിപ്പാട് മതി നമ്മുടെ ഭാരം മാറാൻ, നമ്മുടെ മുതുകത്തിരിക്കുന്ന സകല ടെൻഷനും മാറാൻ, സകല പിശാശും മനുഷ്യർ വിട്ട എല്ലാ നിരാശയുടെ കൂമ്പാരവും എടുത്തു കളയാൻ ദൈവത്തിനൊരു ചെറിയ സ്വപ്നത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നു, എന്നാൽ അത് വെന്തു പോകുന്നില്ല. മോശ, നീ 40 വർഷമായിട്ടുള്ളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, മുള്ളുപോലെ നിന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പേടിക്കണ്ട, ഞാനുണ്ട്. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഐ ആം വാട്ട് ഐ ആം. ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന, തന്നെത്താനെ ചോദിക്കുന്ന ഒരു മനുഷ്യന് ഇതിനേക്കാൾ വലിയൊരു വാർത്ത കേൾക്കാനുണ്ടോ? ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആ ഞാനില്ലേ, ആ ഞാൻ നിൻ്റെ അകത്ത് വരാൻ പോവാ. ആ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നിൻ്റെ വായോടുകൂടെ ഇരിക്കും. നീ എന്നിലൂടെ സംസാരിക്കും, നിന്നിലൂടെ ഞാൻ സംസാരിക്കും. നിൻ്റെ കൈ നീട്ടുമ്പോൾ എൻ്റെ വിശുദ്ധ ഭുജം നിൻ്റെ വലം കൈക്കൽ വരുമാറാക്കി ചെങ്കടലിനെ 2 ആക്കും. വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിനും വഴിയൊരുക്കും. ഇന്നും അത് തന്നെ ചെയ്യുന്നത്. എളിയവരെ തിരഞ്ഞെടുക്കും, തകർന്നവരെ തിരഞ്ഞെടുക്കും. അകത്ത് കുത്തനുഭവിച്ചവർ, ടെൻഷൻ അനുഭവിച്ചവർ, തകർന്നു പോയവരെ തിരഞ്ഞെടുക്കും. തക്ക സമയത്താണ് വിളിക്കുന്നത്. കാരണം നോക്കിക്കേ, വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കിക്കേ. ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. ഓ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പോകുകയല്ല. കർത്താവേ, വേറെ ആരെങ്കിലും അയക്കണമെന്നാണ് പറയുന്നത്. 40 വർഷം മുമ്പ് ഈ മനുഷ്യൻ ഹൃദയത്തിൽ വിചാരിച്ചത് താൻ മുഖാന്തരം തൻ്റെ സഹോദരന്മാരെ ദൈവം രക്ഷിക്കുമെന്ന് ഈ മനുഷ്യൻ വിചാരിച്ചു. 40 വർഷം കഴിഞ്ഞപ്പോൾ ആ ഞാൻ, ആ താൻ എന്നുള്ളത് ദൈവം ഉടച്ച്. ഇപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ദൈവമേ, കാര്യമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ജനത്തെ അങ്ങ് വിടുവിക്കാൻ പോകുന്നു, ഇറങ്ങി വന്നിരിക്കുന്നു, സന്തോഷം. പക്ഷേ ഞാനില്ല, വേറെ ആരെങ്കിലും അയക്കണമേ. ദൈവം മനസ്സിൽ പറഞ്ഞു, കൊള്ളാം, ഇതാണ് ഏറ്റവും നല്ല സമയം, ഞാൻ അകത്ത് വരാൻ പറ്റിയ സമയം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വരും, ഞാൻ അവരോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിന് ഇടം കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്
പോകേണ്ടതൊക്കെ പോകണം. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി കർത്താവേ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ്. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നത്രയേ. നമ്മുടെ അകത്തുനിന്നൊരു ഉറവ് പുറപ്പെടണം. അത് പല കല്ലുകളാലും മരങ്ങളാലും വേരുകളാലും പല കാര്യങ്ങളാലും അടഞ്ഞുപോയി. അപ്പോൾ ഒരു ഉറവൊക്കെ ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തി തുറക്കണം. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പല കാര്യങ്ങളെയും ദൈവം എടുത്ത് മാറ്റും. പെട്ടെന്നൊക്കെ എടുത്ത് മാറ്റി നമ്മൾക്ക് ഷോക്കാവും. അതുകൊണ്ടൊരു കാലതാമസം വെച്ചിരിക്കുകയാണ്. ക്രമേണ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ വണ്ണങ്ങ് മാറ്റുകയാണ്. കാരണം ദൈവം ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, മുഖത്തടിച്ച കണക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വെട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കരുണയിലാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത്. അപ്പോൾ അതിനൊരു കാലതാമസമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം കിട്ടി ബന്ധം പോയെന്ന് പറഞ്ഞാലോ, പറയുന്നതെല്ലാം സത്യമാണ്, പക്ഷേ റിലേഷൻഷിപ്പ് അങ്ങ് പോയാലോ? അങ്ങനെയല്ല. ദൈവം പറയുന്ന കാര്യം വേല എനിക്ക് നടക്കണം, നീ എൻ്റെ ജനത്തെ വിടുവിക്കണം, പക്ഷേ നമ്മൾ തമ്മിലുള്ള ബന്ധം പോകരുത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കണം. ആ ബന്ധം പോകാത്ത വിധത്തിൽ കർത്താവ് കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. സത്യം പറയുക വേണം, ദൂത് പറയുക വേണം, പക്ഷേ സ്നേഹത്തിൽ സത്യം പറയുക. സ്നേഹത്തിലാണ് പറയേണ്ടത്. അല്ലാതെ ദൂത് പറഞ്ഞിട്ട് അവൻ വിഷമിക്കട്ടെ അല്ല. ഞാൻ ദൂത് പറഞ്ഞാൽ എനിക്ക് അഭിമാനം. സ്നേഹത്തിൽ കരുണയോടെ ആ ദൂത് പറയുന്നത്. സഹോദരാ, നീ ഭാവിയാണ്, മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ സ്നേഹിച്ചാ പറയേണ്ടത്. യേശു ഒരു ധനവാനെ കണ്ടു, അവനെ സ്നേഹിച്ചിട്ട് പറയണ്ട, കുഞ്ഞേ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. സ്നേഹത്തിലാണ് പറഞ്ഞത്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടേണ്ടത്. ഹല്ലേലൂയ. സ്നേഹിതൻ ചില മുറിവുകൾ വരുത്തും. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകളാണ്. അത് ആത്മാർത്ഥതയുടെ ഫലമാണ്. കുറച്ചു നേരത്തേക്ക് നമ്മൾ നൊന്താലും നമ്മൾ ആ സ്നേഹിതൻ എന്നുള്ള പദവി നമ്മൾ പോകത്തില്ല. കർത്താവിനെ നമ്മൾ ഇപ്പോഴും സ്നേഹിക്കുന്നല്ലോ. അവൻ നമ്മൾ എത്രയോ പ്രാവശ്യം മുറിച്ചു, എത്രയോ പ്രാവശ്യം അടിച്ചു. കാരണം നമുക്കറിയാം ആ അടിയും ആ മുറിവുകളും എല്ലാം നമുക്ക് നന്മയ്ക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ സ്നേഹിക്കുക. ഇപ്പോഴും നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ വേറെ ആരെയും വിളിക്കത്തില്ലല്ലോ, കർത്താവിനെ വിളിക്കുന്നത്. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും പ്രവാചകന്മാരെക്കാളെല്ലാം വലിയവനായ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ. കാരണം സ്നാപക യോഹന്നാൻ പോലും തന്നെ പ്രതികൂലത്തിൽ ചോദിച്ചു, ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? പക്ഷേ സ്വർഗരാജ്യത്തിലെ ദൈവസഭയിലെ ഏറ്റവും ചെറിയ ഒരുത്തൻ പോലും, പിന്മാറ്റത്തിൽ കിടക്കുന്നവൻ പോലും പറയത്തില്ല ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകണമെന്ന്. ഇല്ല, പോകത്തില്ല. കാരണം അവനറിയാം യേശുവേ ഉള്ളൂ. എൻ്റെ കുറവാണ് ഞാൻ സഭായോഗത്തിന് വരാത്തത്, ഞാൻ പിന്മാറി നടക്കുന്നത്, പക്ഷേ യേശു നല്ലവനാണെന്നേ പറയത്തുള്ളൂ. അതാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ, യോഹന്നാൻ സ്നാപകനിലും വലിയവൻ. നമ്മൾ പറഞ്ഞ അബ്രഹാമിനെ കുറിച്ചാണ്. ഒരു ദേശത്ത് വന്നു, ആ ദേശത്തിൻ്റെ കൾച്ചർ ഈ മനുഷ്യൻ മാറ്റി. ആ ദേശനിവാസികൾ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഞങ്ങൾക്കത് മനസ്സിലായി. ഇസഹാക്കിനെക്കുറിച്ച് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, രാജാവ് പറഞ്ഞു, പട്ടാളക്കാരുടെ മേധാവി പറഞ്ഞു, ധനവാന്മാരായ ആൾക്കാർ പറഞ്ഞു, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ല, ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഒരു കർഷകനോടാണ് പറയുന്നതെന്ന് ഓർക്കണം. ഒരു കർഷകനോട് വന്നിട്ട് ഒരു രാജ്യത്തിൻ്റെ രാജാവും അവൻ്റെ ധനവാനായൊരു സുഹൃത്തും സൈന്യത്തിൻ്റെ അധിപതിയും വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല, നീ ഞങ്ങളെ ഉപദ്രവിക്കരുതേ, നമുക്കൊരു ഉടമ്പടി ചെയ്യാം. ദേശത്തിൻ്റെ കൾച്ചർ മാറ്റി. യാക്കോബിനെ നോക്കി. യാക്കോബ് ഒരു ദേശത്ത് ചെന്നു, മടിയന്മാരുടെ ഒരു ദേശമാണ്, ജോലി ചെയ്യാൻ കഴിയത്തില്ല. ആടുകളെ കുടിപ്പിക്കാനായിട്ട് കിണറിൻ്റെ അവിടെ വരും, എന്നിട്ട് അവിടെ ഇങ്ങനെ തമ്പടിച്ച് കിടക്കുക. എന്താ, വേറെ ആൾക്കാർ വന്നിട്ട് കിണറിൻ്റെ വായ്ക്കലുള്ള കല്ല് ഉരുട്ടി മാറ്റണം, വലിയ കല്ല. ആ ഉരുട്ടി മാറ്റുന്ന സമയത്ത് ഇവന്മാർ ചെന്ന് വെള്ളം കോരും, എന്നിട്ട് ഇവന്മാർ ആടുകളെ കുടിപ്പിക്കും. എന്നിട്ട് ഇവന്മാർ പോകും, അവർ ഉരുട്ടി മാറ്റിയവർ തന്നെ ഉരുട്ടി അടച്ചു വെച്ചോണം. ഈ ഒരു കളി അവിടെ നടക്കുക. എല്ലാവർക്കും ആട്ടിൻകൂട്ടം ഉണ്ട്, 10-20 ആട്ടിൻകൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുക. ഈ മനുഷ്യനങ്ങ് വന്നു അധ്വാനം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. രാവും പകലും, പകല് വെയിൽ കൊണ്ടു, രാത്രി മഞ്ഞ് കൊണ്ടു. സ്വന്തം റിലേറ്റീവിൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണെന്ന് ഓർക്കണം, അന്യനൊന്നുമല്ല. പക്ഷേ ഈ മനുഷ്യർ വേലക്കാരനെ പോലെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവരുടെയും മുമ്പിൽ ഈ മനുഷ്യൻ കാണിച്ചു കൊടുത്തു എന്താണ് ജോലി, എങ്ങനെ വർദ്ധിക്കാം, എന്താണ് ദൈവിക ഇടപെടൽ ഒരു മനുഷ്യൻ്റെ ജോലിയിലുണ്ടായാൽ. അവൻ്റെ അമ്മാവനും അവൻ്റെ ചാർച്ചക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഈ പയ്യനുള്ളത് കൊണ്ടാണ്, ഈ യുവാവുള്ളത് കൊണ്ടാണ്, ഇവൻ വന്നതിന് ശേഷമാണ് ഞാൻ വർദ്ധിച്ചത്. ഇന്ന് യേശു കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്, ദൈവജീവൻ നമ്മളിൽ വന്നിരിക്കുന്നു.
ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ കാണിക്കാൻ, കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് കൾച്ചറുകളെ മാറ്റാൻ, ആ ദേശത്തെ വ്യാപാരങ്ങളെ ഓടിക്കാൻ, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്ന പോലെ പ്രകാശിക്കാൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നാമെന്ന് എല്ലാവരും അറിയിക്കാൻ. അതാണ് നമ്മുടെ നിയോഗം. അതിനാണ് നമ്മളെ വിളിച്ചത്. ഒരു ദേവദാസൻ പറഞ്ഞ പോലെ നമുക്ക് 2 കാര്യങ്ങളായി ഏൽപ്പിച്ചിട്ട്, ഒന്ന് ദൈവത്തിൻ്റെ മഹത്വം, 2 മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക കർത്താവിന് വേണ്ടി, കർത്താവിലേക്ക് തിരിക്കുക. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ.